നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കൗക്കസസ് യൂണിവേഴ്സിറ്റിയിലെ ഏഞ്ചലിന്റെയും ഇവന്റെയും കൂടിയാണ്. പുതിയ സ്റ്റുഡൻസിനോട് എന്തുകൊണ്ട് ജോർജിയ ചൂസ് ചെയ്യണം? കഴിഞ്ഞപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്താ തോന്നുന്നു? അന്ന് കേട്ടതൊക്കെ ശരിയാണോ? ജോർജിയുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ഒരു സിറ്റിയിലല്ലേ? CU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ്. ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എന്ത് ചോദിച്ചാലും ചെയ്തു തരും. എല്ലാം അവർ പഠിപ്പിക്കുന്ന കണ്ടന്റ് തന്നെയാണ് നമുക്ക് എക്സാംസിനായാലും വരുന്നത്. നമുക്ക് ഡ്രോപ്പ് മെത്തേഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്ലാസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് CU. പോസിറ്റീവ് ആണത്. ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് തോന്നുന്നു, ഭയങ്കര സപ്പോർട്ടീവ്. വേറെ കുറെ യൂണിവേഴ്സിറ്റീസ് ആയാലും അവർക്ക് ടീച്ചേഴ്സ് അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. USMLE ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് USMLEയിലേക്ക് പോകാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അവർ പറയാറുണ്ട് ക്ലാസ് എടുക്കുന്ന USMLE റെഫറൻസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്. കാരണം അത് USMLE ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലിനിക്കൽ കേസസ് ഒക്കെ എക്സാംസിന് വരുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇപ്പം കഴിഞ്ഞ ഇവർ പഠിക്കുന്നവരെ അവിടെ USMLE അവർ ഒഫീഷ്യലി USMLE ആയിട്ടുള്ള ട്രെയിനിങ് ഇല്ലായിരുന്നില്ലേ? ഇപ്പൊ അതും കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തേക്കുന്നത്. ഓരോ ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടാവും അസസ്മെന്റിന്? നല്ല അടിപൊളി ലൈബ്രറി ഇല്ല അവിടെ, അപ്പൊ അത് യൂസ് ചെയ്യാറുണ്ടോ? അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ജോർജിയം പഠിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, പക്ഷെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കും. അപ്പൊ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങണത്? സത്യം പറഞ്ഞില്ലേ, ഇപ്പൊ പല യൂണിവേഴ്സിറ്റിയിലും ഞാൻ കേട്ടിട്ടുണ്ട് വന്നിട്ട് ഗെയിം കളിക്കാറുണ്ടെന്നൊക്കെ. ആൾക്ക് പിള്ളേരെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. ഈ ലീവുകളൊക്കെ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ലീവ് ഒരു 2 months ഒക്കെ നമുക്ക് കിട്ടും. അപ്പാർട്ട്മെന്റിലാണോ ഹോസ്റ്റലിലാണോ ബെറ്റർ? ശരിക്കും $500 താഴെ അപ്പാർട്ട്മെന്റ് കിട്ടാനില്ല. 350 ജോർജിയ പൊതുവെ സേഫ് ആണെന്നാണ് തോന്നുന്നത്. പൊതുവെ സേഫ് ആണ്, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ മതി. മനുഷ്യന്മാരോട് പേടിക്കേണ്ട കാര്യമില്ല. ജോർജിയ ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. മടി മാറ്റിയിട്ട് വിളിച്ചോണ്ട് പോകാൻ. പഠിക്കാൻ താല്പര്യം വന്നാൽ മതി. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി എന്താ? നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കൗക്കസസ് യൂണിവേഴ്സിറ്റിയിലെ ഏഞ്ചലിന്റെയും ഇവന്റെയും കൂടിയാണ്. അപ്പോൾ നമുക്ക് കൗക്കസസ് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അവർക്ക് വന്നിരിക്കുന്ന ക്ലാസ്സുകൾ എങ്ങനെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, ഇങ്ങനെ തുടങ്ങിയ കൗക്കസസ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. കാരണം കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരുന്ന, ഒരുപാട് മലയാളികൾ ഓപ്റ്റ് ചെയ്യുന്ന, ഒരുപാട് ഇന്ത്യൻസ് പഠിക്കുന്ന, അത്യാവശ്യം FMG പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അബ്രോഡ് MBBS നോക്കുന്ന കുട്ടികൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. എന്താ ഈ മസിൽ പിടിക്കണ്ട ദിവസമൊക്കെ? അതെ, എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി? നല്ല യൂണിവേഴ്സിറ്റി. എങ്ങനെ ഈ കൗക്കസസ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ഒരു ജേർണി പറഞ്ഞിട്ടാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. വലിയ പോപ്പുലാരിറ്റി ഒന്നും ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആയിരുന്നു. നമ്മളിങ്ങനെ കുറെ വീഡിയോസ് കണ്ട് ആദ്യം അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്ടമായി. പിന്നെ അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ പഠിപ്പിക്കണ സിസ്റ്റം, ഇപ്പൊ നമുക്കായാലും ഓരോ സിസ്റ്റംസ് വെച്ചിട്ടാണ് ഓരോ സെമ്മിലും. ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് കൗക്കസസ് യൂണിവേഴ്സിറ്റി. കുറച്ച് ഇത് ഫീസ് കൂടുതലാണെങ്കിലും പക്ഷെ ഓക്കെ ആയിരുന്നു. ശരിക്ക് അവരെടുക്കുന്ന സമയത്ത് ഫീസ് കൂടുതലായിരുന്നു. ഇപ്പം ശരിക്കും ഫീസ് കുറവാണ് കൗക്കസസ് യൂണിവേഴ്സിറ്റി. കാരണം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ ഇപ്പൊ യൂണിവേഴ്സിറ്റി ജോർജ് 6500 തന്നെയാണല്ലോ. യൂണിവേഴ്സിറ്റി ഇപ്പൊ 6000 തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ വെച്ച് നോക്കുന്ന സമയത്ത് കുറവാണ്. അന്ന് നിങ്ങൾ എടുക്കുന്ന സമയത്ത് 6000 ആയിരുന്നു, ബാക്കിയുള്ളവർക്ക് 5500 ഉള്ളപ്പോൾ നിങ്ങൾക്ക് 6000 ആയിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ നല്ല യൂണിവേഴ്സിറ്റി ആണ്. ഇപ്പൊ ടീച്ചേഴ്സ് ആയാലും USMLE ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ്. എല്ലാത്തിനും എല്ലാവരും ഇപ്പൊ ഇവര് ചെയ്യണവരുണ്ട്. ഇപ്പൊ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ ബ്രദർ ആയാലും അവിടുന്ന് ഗ്രാജുവേറ്റ് ആയി പോയി. ഈ ബ്രദറാണ് അപ്പൊ റെക്കമെൻഡ് ചെയ്തത് CU? ഞാൻ അപ്പൊ ബ്രദറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഫാമിലിയിൽ ഇങ്ങനെ ടോക്സ് വന്നപ്പോ ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ബ്രദർ അവിടെ പഠിക്കുന്നുണ്ട്, ആള് യുക്രൈൻ ട്രാൻസ്ഫർ ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു ചോദിച്ച് ചേട്ടൻ്റെ അടുത്തും കാര്യങ്ങളെല്ലാം ചോദിച്ച് കഴിഞ്ഞ് വന്നപ്പോ നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ ആള് പാസ് ഔട്ട് ആയിപ്പോയി. കഴിഞ്ഞപ്പോ 2 വർഷത്തെ എക്സ്പീരിയൻസിൽ എന്താ തോന്നുന്നു? അന്ന് കേട്ടതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് മൊത്തം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? അതെ, ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും ചെയ്തു തരും. എന്തിനായാലും കൂടെ നിൽക്കും ടീച്ചേഴ്സ്. അതന്നെ ഒരു വലിയ കാര്യമാണ്. അതേപോലെ പിന്നെ എക്സാംസ് ആയാലും നമ്മള് സത്യം പറഞ്ഞാൽ വലിയ ടഫ് ഒന്നും ഇല്ല, പഠിച്ചതിനെ കിട്ടും. അങ്ങനെയാണ്. അതെ, ഇപ്പൊ നേരത്തെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നാളെ മൈക്രോബയോളജി ഞങ്ങൾക്ക് തലക്ക് വരുക്കുന്ന ഒരാളാണ്. അല്ല, പഠിക്കാനുണ്ട്, പക്ഷെ പഠിച്ചതിനെ കിട്ടും. അങ്ങനെ മെഡിസിൻ ഒരു ടഫാന്ന് പറയാനുള്ള ഒരു ഇതൊന്നുമില്ല. അത് അവർ അത്യാവശ്യം പഠിക്കുന്നുണ്ട് കേട്ടോ. മെഡിസിൻ അത്യാവശ്യം ഹ്യൂജ് ആണ്. നമ്മള് എല്ലാ ദിവസവും അത് റിവൈസ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ പഠിച്ചെടുക്കാൻ പറ്റും. ഏഞ്ചലിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എങ്ങനെയാ CUലേക്ക് എത്തിയത്? CUലേക്ക് ഒരു സീനിയർ ഉണ്ടായിരുന്നു, A എന്ന് പറഞ്ഞൊരു ചേച്ചി. അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഫസ്റ്റ് ഞാൻ CIU ആണ് എടുക്കാന്ന് വിചാരിച്ചു. ചേച്ചി പറഞ്ഞു
സിയൊക്കെ കുറച്ചുകൂടി ബെറ്റർ സിയു ആണ്. ടീച്ചേഴ്സിന്റെ കാര്യമാണേലും ടീച്ചേഴ്സ് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആണ്. അപ്പോൾ ഞാൻ സിയു എടുത്തു. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങിയതിൽ എന്താ തോന്നുന്നത്? ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ്. മീൻസ് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോവാം. മീൻസ് അവരത് ക്ലിയർ ചെയ്ത് തരും, ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പൊതുവെ ജോർജിയയിൽ സാധാരണ കുട്ടികൾ പറയാറുള്ളത് നമ്മൾ ഈ PPT വെച്ചിട്ട് ജസ്റ്റ് പ്രസൻറ്റേഷൻ വായിച്ചു പോവാണ് ലെക്ചർ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവാറ്. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രസൻറ്റേഷൻ വെക്കും, പ്രസൻറ്റേഷൻ ജസ്റ്റ് വായിച്ചങ്ങ് പോകും, അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. സിയുവിൽ എങ്ങനെയാണ് സാധാരണ ക്ലാസ് എടുക്കാറുള്ളത്? ഇല്ല, അവർ ഓരോ സ്ലൈഡ്സും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും നല്ലപോലെ. അല്ലെങ്കിൽ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പഠിപ്പിക്കണം ഫിസിയോളജി ആയാലും ആദ്യം നല്ലപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്നിട്ട് ആള് പറയും PPTയിൽ ഈ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക്, കാരണം 1 hour ഉള്ളൂ നമുക്ക് ക്ലാസ്. അപ്പോൾ ആളെ എക്സ്പ്ലെയിൻ ചെയ്യണം, PPT ഒക്കെ വായിക്കും, അത്രയും ടൈം ഉണ്ടാവും. അപ്പോൾ ആള് പറയും ഇതെല്ലാം PPTയിലുണ്ട്, ഇനി മനസ്സിലായില്ലെങ്കിൽ വന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ പ്രസന്റേഷൻ തന്നിട്ട് നിങ്ങൾ വായിച്ചോ നിങ്ങൾ പഠിച്ചോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പഠിപ്പിച്ചു തരും എല്ലാവരും. എല്ലാം അവർ പഠിപ്പിക്കുന്ന കണ്ടന്റ്സ് തന്നെയാണ് നമുക്ക് എക്സാംസിനായാലും വരുന്നത് ഉള്ളത്. അങ്ങനെ. അപ്പോൾ എങ്ങനെ ഈ ലെക്ചർ ക്ലാസ്സുകളും സെമിനാർ ക്ലാസ്സുകളും രണ്ടും ഉണ്ടോ? എങ്ങനെ ക്ലാസിന്റെ ഒക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്? ക്ലാസ് ലെക്ചേഴ്സ് ഉണ്ട്, പിന്നെ സെമിനാർ സെക്ഷൻ ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഇന്റേണൽസ്. മീൻസ് ഇന്റേണൽസ് ഇപ്പോൾ ഔട്ട് ഓഫ് 70 40 മാത്രമാണ് നമുക്ക് ഫൈനൽസ് എഴുതാൻ പറ്റും. 70 40 40 വേണം, എന്നാലാണ് ഫൈനൽസ് ചെയ്താൽ പറ്റും. ഫൈനൽസ് അപ്പോൾ 30-ലാണ്, ഫൈനൽസ് 30-ലാണ്. ഈ 70 മീൻസ് സെമിനാർസിന് മാർക്ക് എടുക്കും, പിന്നെ ഓറൽസ് ഉണ്ടാവും, പിന്നെ മിഡ് ടേം 20-ലാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടി 40 മതി കിട്ടും. മീൻസ് മിഡ് ടേം തന്നെ 20-ലാണ്. നമുക്ക് ഡ്രോപ്പ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോ ഏതെങ്കിലും മാർക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കളയാം. അങ്ങനെ കുറെ 70 ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 100-ൽ 30 നമ്മുടെ ഫൈനൽസും 70 ഇന്റേണൽസും. അപ്പൊ ഈ മാർക്കിംഗ് സിസ്റ്റത്തിൽ 80 മാർക്ക് ഓളം ടീച്ചേഴ്സ് അസസ് ചെയ്യും. അപ്പൊ അതിന്ന് നമുക്ക് മോശമായിട്ടുള്ള മാർക്ക് കളയാം, ഡ്രോപ്പ് ചെയ്ത് കളയാം. നല്ലത് മാത്രം ബെസ്റ്റ് എടുക്കുള്ളൂ. അപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാമോ ഒരു സബ്ജക്ട് വെച്ചിട്ട്? ലൈക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് 10 മാർക്കിന്റെ ഒരു 8 അസസ്മെന്റ് ഉണ്ട്. അപ്പൊ അതില് എനിക്ക് ബാക്കി 7 എണ്ണത്തിന് ഒരു 9 ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണത്തിന് എനിക്ക് 0 ആണെന്ന് വിചാരിച്ചു. ആ 0 ആയത് ഡ്രോപ്പ് ചെയ്യാം, ബെസ്റ്റ് 7 എടുക്കുള്ളൂ. ഏവറേജ് എടുക്കുന്ന സമയത്ത് ബെസ്റ്റ് 7 എടുക്കുള്ളൂ. അപ്പോൾ ഒരു സാധാരണ ഒരു ലെക്ചർ ക്ലാസ് എങ്ങനെ ഉണ്ടാവും? ലെക്ചർ ക്ലാസ് തുടങ്ങി അവസാനിക്കുന്നവരെ എങ്ങനെ ഉണ്ടാവും? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോക്കാണോ? ഫസ്റ്റത്തെ ഒരു ലെക്ചറിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തത്. സെക്കൻഡ് ലെക്ചർ തൊട്ട് ഓറൽസ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് പറയും നെക്സ്റ്റ് സെമിനാറിൽ അല്ലാണ്ട് ലെക്ചർ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ലെക്ചേഴ്സിൽ ഓറൽസ് ഇപ്പൊ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടായാലും അത് കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സ് പറയും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓറൽസ് ഉണ്ട്, എല്ലാവരും പഠിച്ചിട്ട് വരണം, മാർക്കിനാണ്. അപ്പൊ അപ്പോഴായാലും നമ്മളോട് ചോദിക്കും. സെമിനാർ ക്ലാസ് അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക? സെമിനാർ ക്ലാസ് ഉദ്ദേശിക്കുന്നത് പ്രസന്റേഷൻ അതൊക്കെ നമുക്ക് ലാസ്റ്റ് ആയിരിക്കും, സെമിന്റെ ലാസ്റ്റ്. അതല്ല, അതായത് നമുക്ക് ലെക്ചേഴ്സും സെമിനാർസും ഉണ്ടാവുമല്ലോ, അതായത് ഫുൾ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ടാവില്ലേ? ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലാസ്സുകൾ ഉള്ളത്? നമുക്ക് ഇപ്പൊ ഓറൽസ് ഉണ്ടാവും, ക്വിസസ് ഉണ്ടാവും, പ്രസന്റേഷൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. ഈ പ്രസന്റേഷൻസ് പറയുന്നത് ഈ സെമ്മിന്റെ ലാസ്റ്റ് ആണ് പ്രസന്റേഷൻസ് വരുന്നത്. പിന്നെ ക്വിസും ഓറൽസ് ഒക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് മാർക്കിംഗ് സിസ്റ്റം ഉണ്ടാവും. നമ്മുടെ ആ കോളത്തില് ആ ഡേറ്റിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഡേറ്റിന് ചിലപ്പോൾ ഓറൽസ് ആയിരിക്കാം. അത് ബേസ് ചെയ്തിട്ട് ടീച്ചർ. അപ്പോൾ വെറും ലെക്ചേഴ്സ് മാത്രമല്ല, ജസ്റ്റ് PPT ഇട്ടിട്ട് ജസ്റ്റ് ക്ലാസ് എടുത്ത് പോകുന്ന മാത്രം രീതിയിലുള്ള ക്ലാസ് ഇല്ല? അങ്ങനെയില്ല, അസസ്മെന്റ് ഉള്ള രീതിയിലാണ് എല്ലാം വരുന്നത്. ഓരോ ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടാവും അസസ്മെന്റിന്? ഇവിടെ ശരിക്കും നല്ല തണുപ്പുണ്ട് കേട്ടാ. അതായത് ഇപ്പൊ എനിക്കൊന്ന് ക്ലൈമറ്റ് ഒരു 12 11 എങ്ങാനാണല്ലേ, ആ തണുപ്പത്താണ് ഇരിക്കണത്. അതുകൊണ്ടാണ് ഈ താടിയൊക്കെ വിറക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇവർക്ക് മറ്റന്നാൾ എക്സാം ആണ്. അപ്പോൾ നാളെ ഉണ്ടാവില്ല. ഞാനാണ് കുറച്ച് ദിവസം ഇവിടെ ജോർജിയയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവർ മുങ്ങിയതാണ്. എന്തൊക്കെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിരുന്നു അന്ന്. അതെ, ബർത്ത്ഡേ ആയിരുന്നു. അതെ. അപ്പം അങ്ങനെയാണ് ഈ ക്ലാസ്സിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ 70-ൽ 40 കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 40 കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫൈനൽസ് എഴുതാൻ പറ്റില്ല, അലോ ചെയ്യില്ല. അറിയില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം അല്ലേ? അപ്പോ ഇൻ കേസ് നമുക്ക് ഫൈനൽ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ, എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഈ മാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ ആ സെം പിന്നെ രണ്ടാമതും പഠിക്കണം. ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു തവണ ചാൻസ് ഉണ്ട് നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അല്ല, ഈ മാർക്ക് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചാൻസ് കിട്ടുക? മാർക്കില്ലെങ്കിൽ ഫൈനൽ എഴുതാൻ പറ്റില്ല, നമ്മൾ സെം റിപ്പീറ്റ് ചെയ്യണം, പിന്നെയും ഫീസ് അടക്കണം. ഓക്കെ, ഫൈനൽ എക്സാം ഫെയിൽ ആയാൽ
ഫൈനൽ എക്സാം ഫെയിൽ ആയ ഒരു പ്രാവശ്യം നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് $200 പേ ചെയ്യണം. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അത് 20% മാർക്ക് കട്ടാവും. എങ്ങനെ 20%? 30% മാർക്ക് കട്ടാവും. ഇപ്പൊ നമ്മള് എഴുതിയാലും എഴുതിയില്ലെങ്കിലും മീൻസ് നമ്മള് ഒന്നോടെ ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എഴുതിയെന്ന് ഒരു 20% മാർക്ക് അവർ കട്ട് ചെയ്യും. നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയോ അതിന് 20%. എന്നിട്ട് ബാക്കിയാണ് നമ്മൾ എഴുതി എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയാ എല്ലാ കുട്ടികളും പാസ്സാവാറുണ്ടോ? ഇതുവരെ എല്ലാവരും പാസ്സായിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറെന്തല്ല യൂണിവേഴ്സിറ്റിന്റെ ആ ലൊക്കേഷനും ആ ഒരു അവിടത്തേക്കുള്ള നിങ്ങൾ ഫസ്റ്റ് ഇയർ ഡൽഹിയിലായിരുന്നു അല്ലേ? ദിർസി എന്നുള്ള യാത്ര കുറച്ച് ദൂരെയായിരുന്നു ദൂരെയായിരുന്നു. ബസ് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഈ ഇപ്പൊ ഉള്ളത് എവിടെയായിരുന്നു? വർക്കത്തല്ലി എങ്ങനെയുണ്ട് യാത്ര? മെട്രോ കയറിയ പിന്നെ ഈ 328 എന്ന് പറഞ്ഞൊരു ബസ് മെട്രോ മർജാൻശ്ശേരി ഇറങ്ങും. ഇറങ്ങും. മർജാനിന്ന് ബസ് എടുക്കും. 328 എത്ര മിനിറ്റ് എടുക്കും? 10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ യാത്ര ബുദ്ധിമുട്ടുണ്ട് ശരിക്കും ഇപ്പം. കാരണം ബാക്കിയുള്ള ജോർജിയുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ ഒരു സിറ്റിയിലല്ലേ. CU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ്. അത് ശരിക്കും മലയുടെ മുകളിലല്ലേ. അപ്പോൾ അത് ശരിക്കും ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആയിട്ടാണ് തോന്നിയത്? എന്തുകൊണ്ട് അങ്ങനെ? ശരിക്കും നമ്മൾ ആ ഒരു ചെറിയ വഴിയിലൂടെ ഉള്ളിലേക്ക് കയറി പോയിട്ട് പെട്ടെന്നൊരു ഭയങ്കര ഒരു ക്യാമ്പസിലേക്ക് എത്തുന്ന പോലെ ഉണ്ടല്ലേ. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. പിന്നെ സിറ്റിന്ന് മാറിക്കല്ലേ. അതെ, അത്രയും ഒരു ക്രൗഡ്നെസ് ഇല്ല അവിടെ. അതെ. പിന്നെ സിറ്റിന്ന് മാറുന്ന പറയുമ്പോൾ ഒരുപാട് ദൂരമല്ലല്ലോ, ഒരു 10 മിനിറ്റുള്ളിലാണ്. എന്നാലും ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വേറെ എന്തൊക്കെയാ CUവിൽ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്? ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പറാണ്. എന്താ അതിന്റെ ഒരു അവിടുത്തെ ഇപ്പൊ ലൈബ്രറീസ് ആയാലും കഫറ്റീരിയ ആയാലും അടിപൊളി. അവിടുത്തെ ഇഷ്ടംപോലെ സ്പേഷ്യസ് ആണ് അവിടെ. ക്ലാസ് റൂംസ് ആയാലും എല്ലാനും സൂപ്പറാണ്. ക്ലാസ്സുകളോ? നല്ലതാണ്. ഇപ്പൊ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളോടൊക്കെ സംസാരിച്ചപ്പോ അതിന്റെ ഒരു ബേസിൽ എന്താ തോന്നുന്നത്? നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകളൊക്കെ നല്ലതായിട്ട് തോന്നുന്നു. ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. ഭയങ്കര സപ്പോർട്ടീവ്. വേറെ കുറെ യൂണിവേഴ്സിറ്റീസ് ആയാലും അവർക്ക് ടീച്ചേഴ്സ് അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മുടെ അവിടെ നല്ല സപ്പോർട്ടീവ് ആയിട്ട് തോന്നി. ഇപ്പൊ നമുക്കൊരു പ്രസന്റേഷൻ എപ്പിഡമോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന് പ്രസന്റേഷൻ വന്നപ്പോ മിസ് പറഞ്ഞു, മിസ്സിനോട് ചോദിച്ചോ ആ ടോപ്പിക് ഓക്കെ ആണെന്ന് മിസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആണ് അവര്. ഇപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും അവരോട് പോയി പറയാം. അങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി തോന്നുന്നത്. ലൈബ്രറി നല്ല അടിപൊളി ലൈബ്രറി ഇല്ല അവിടെ? അപ്പൊ അത് യൂസ് ചെയ്യാറുണ്ടോ? അങ്ങോട്ട് പോയിട്ടേ ഇല്ല, ടൈം ആവണോ ആവുന്നുള്ളൂ. ബുക്സ് ഒക്കെ എങ്ങനെയാ? അപ്പൊ അയച്ചുതരും. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അയച്ചുതരും. അത് വെച്ചിട്ടാണ് അത് വെച്ച് പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ സെമിനാറിന് പോയി കഴിഞ്ഞാൽ പാസ്സാ മാർക്ക് കിട്ടും. മീൻസ് PPT-യിൽ അവര് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അതെല്ലാം ഉണ്ടാവും. കുറച്ചും കൂടിയും നോളജ് കിട്ടാൻ വേണ്ടിട്ട് അവര് പറയും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളത്. ഓക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ കഫ്റ്റീരിയയിലെ ഫുഡൊക്കെ? ഫുഡ് കൊള്ളൂല. ഞാൻ കഴിച്ചു നോക്കിയതാണ്, സത്യം പറയാലോ. ഞാൻ കഴിച്ചു നോക്കിയിട്ടുള്ളതാണ്. അവിടെ ഒരു സാലഡ് ഉണ്ടായിരുന്നു, മറ്റേ വെജിറ്റബിളിൻ്റെ ഒരു സാലഡ്. ഫ്രൈഡ് ആയിട്ടുള്ള, അതായത് ചുട്ടെടുത്ത വെജിറ്റബിൾ സാലഡ്. അത് വേറൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഫ്രൈസ് നല്ലതാണ്. ഫ്രൈസ് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലെ പിന്നെ ഇപ്പം USMLE ഗ്രാജുവേറ്റ് ആയ ടീച്ചേഴ്സ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് USMLEയിലേക്ക് പോകാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ അത്? അവർ കാര്യങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഇപ്പൊ ഈ USMLE ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് ഇല്ലേ, ഫസ്റ്റ് എയ്ഡ് ടെക്സ്റ്റിന്റെ ഇഷ്ടം പോലെ ഭാഗങ്ങൾ നമ്മുടെ PPTs-ൽ ഇൻക്ലൂഡ് ഇഷ്ടം പോലെ ഭാഗങ്ങൾ നമ്മുടെ PPTs-ൽ ഇൻക്ലൂഡ്. ഫസ്റ്റ് എയ്ഡ് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഫസ്റ്റ് എയ്ഡ് ബുക്ക് തുറന്നു നോക്കിയപ്പോ നമ്മുടെ PPT-ൽ കാണുന്ന സംഭവം തന്നെയാണ് ഫസ്റ്റ് എയ്ഡിലുള്ളത് കാണുന്നത്. അവർ പറയാറുണ്ട് ക്ലാസ് എടുക്കുന്ന USMLE റെഫറൻസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്. കാരണം അത് USMLE ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലിനിക്കൽ കേസസ് ഒക്കെ എക്സാംസിന് വരുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഇപ്പം കഴിഞ്ഞ ഇവർ പഠിക്കുന്നവരെ അവിടെ USMLE അവർ ഒഫീഷ്യലി USMLE ആയിട്ടുള്ള ട്രെയിനിങ് ഇല്ലായിരുന്നില്ലേ. ഇപ്പൊ അതും കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ എന്തൊക്കെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നിയത്? യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോയിന്റ് മാർക്കിന് പോലും അവര് ഇപ്പോൾ എക്സാംസ് എഴുതണമെങ്കിൽ $200 അവർ വാങ്ങുന്നുണ്ട്. എക്സ്ക്യൂസീവ് ഇല്ല. അതായത് അത് 0.5 ആണെങ്കിൽ പോലും എക്സ്ക്യൂസീവ് ഇല്ല. എക്സ്ക്യൂസീവ് ഇല്ല. $200 കെട്ടിയിട്ട് വേണം. അതെ, ഫെയിൽ ഈസ് ഫെയിൽ, അങ്ങനെയാണ് എക്സാം എഴുതാൻ. അപ്പൊ അങ്ങനത്തെ ഒരു നെഗറ്റീവ് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്ലിനിക്കൽസ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? ക്ലിനിക്കൽസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ക്ലിനിക്കൽസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലൊക്കെ പഠിപ്പിച്ചു. എന്തൊക്കെയാ ഫസ്റ്റ് എയ്ഡിൽ പഠിക്കുന്നത്? ചോക്കിംഗ് പഠിപ്പിച്ചു, CPR പഠിപ്പിച്ചു. എന്തിലാ? മാനിക്കിനിലാണ് പഠിക്കുന്നത്? CPR ഒക്കെ മാനിക്കിനിലാണ്. അപ്പോൾ CPR മാനിക്കിനും CPR ചോക്കിംഗ് മാത്രമേ ഉള്ളൂ?
അഡൾട്ട്, ബേബി എല്ലാം ബേബി എല്ലാം പഠിപ്പിച്ചു. അതായത് നമ്മുടെ ബേസിക് BLSന്റെ കാര്യങ്ങളൊക്കെ അവിടെ കവറായി. കവറായി. ഏത് ഫസ്റ്റ് ഇയറിലായിരുന്നു അത്? ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ എത്തിയപ്പോൾ സെക്കൻഡ് ഇയറിൽ എന്താ പഠിപ്പിച്ചത്? ക്ലിനിക്കൽസ് ഉണ്ടായിരുന്ന ക്ലിനിക്കൽസ് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അതെ, അല്ല ഞങ്ങൾക്ക് കഴിഞ്ഞ സമ്മർ ക്ലിനിക്കൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താ പഠിപ്പിച്ചത്? എന്നോട് ചോദിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇഞ്ചക്ഷൻ പഠിപ്പിച്ചു. ഇഞ്ചക്ഷൻ കെന്നുലാണോ? കെന്നുലേഷൻ. IV പഠിപ്പിച്ചു. പിന്നെ നമ്മുടെ ഇൻട്രാവീനസ് പഠിപ്പിച്ചു. അത് കാത്തറ്ററൈസേഷൻ പഠിപ്പിച്ചു. ഞാനിതെന്ത് തേങ്ങ പറയണത്? കത്തീഡ്രൈസേഷൻ പഠിപ്പിച്ചു. അതായത് ബേസിക് പ്രൊസീജിയേഴ്സ് ഒക്കെ, നേഴ്സിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കത്തീഡ്രൈസേഷൻ മെന്നും വുമനും രണ്ടും പഠിച്ചു, മാൻകിനിൽ തന്നെ. അപ്പോൾ ലംബാർ പഞ്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് നിങ്ങൾ ഇത് പഠിക്കണം? കാരണം ഹോസ്പിറ്റലിൽ പോയിട്ടാണോ അല്ലെങ്കിൽ? ഓക്കെ, സോ ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ലാബുകൾ, അവിടെ നിന്നാണ് ഈ ക്ലിനിക്കൽസ് ഉള്ളത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം കാസ്റ്റിംഗ്, സ്പ്ലിൻറ്റിങ് അങ്ങനത്തെ ഒന്നും പഠിച്ചിട്ടുണ്ട്? ഈ പ്ലാസ്റ്റർ ഇടുന്നത്, പ്ലാസ്റ്റർ അയക്കുന്നത് ചെയ്യാൻ പഠിച്ചു വെച്ചില്ല. അതൊക്കെ വരും. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ? നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ടീച്ചേഴ്സ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാ? ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമോ ടീച്ചേഴ്സിന്? നന്നായിട്ട് അറിയാം എല്ലാ ടീച്ചേഴ്സും. അല്ല, ഞാൻ ചോദിക്കുന്നത് ബൈലിംഗുവൽ ആണോ? അതായത് ജോർജിയനിൽ ക്ലാസ് എടുക്കാറുണ്ടോ? ഇല്ല, ഫുള്ളി ഇംഗ്ലീഷ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോർജിയയിൽ വന്നിട്ട് ജോർജിയൻ ഭാഷ പഠിക്കേണ്ടതായിട്ട് ഇതുവരെ തോന്നിയിട്ടുണ്ട്? അതായത് ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടായിട്ടുണ്ടോ ഓണായിട്ട് ഇതുവരെ? ഇല്ല, ജോർജിയൻ പഠിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കും. അല്ല, ഈ പുറത്തൊക്കെ പോയിട്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അങ്ങനെ അവർക്ക് ഇപ്പൊ ഒരു ലോക്കൽ ജോർജിയൻസിന് ഇംഗ്ലീഷ് അറിയില്ല, കൂടുതലും അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങണത്? അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഒക്കെ നമുക്ക് അറിയാം. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമുക്കറിയാം. അല്ലാണ്ട് വലിയ വലിയ ജോർജിയൻ ഭാഷക്ക് നമ്മളിവിടെ പഠിക്കാൻ, അതായത് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ പഠിച്ചെടുക്കാൻ ജോർജിയൻ ഭാഷ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് ശരിക്കും ഈ ജോർജിയൻ നമുക്ക് യൂണിവേഴ്സിറ്റി എത്രമാത്രം പഠിക്കാൻ പറ്റും? കൂടുതലും ഹോസ്പിറ്റൽ ബേസ്ഡ് വേർഡ്സ് ആണ് കൂടുതലും പഠിപ്പിക്കണം. അത് നമുക്കിപ്പോൾ ആവശ്യം ഇപ്പോൾ ഹോസ്പിറ്റൽസിലോട്ട് പോകുമ്പോ, കാരണം ഇവിടുത്തെ ഒക്കെ ലോക്കൽ ജോർജിയൻസ് ആയതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷിൽ എന്ത് ചോദിച്ചാലും പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവരിങ്ങോട്ട് കുറെ ജോർജിയൻ കഴിച്ചു. അപ്പൊ നമ്മള് മലയാളത്തിൽ പറയും, എന്താ പറയണ, എന്താ ഉദ്ദേശിക്കണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ജോർജിയൻ ലാംഗ്വേജ് ആവശ്യമുണ്ട്. അല്ലാതെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിനോ കാര്യങ്ങൾക്കോ ഒന്നും ആവശ്യമില്ല. ഫുള്ളി ഇംഗ്ലീഷിൽ തന്നെ എടുത്തോളൂ. ഓക്കെ, നമുക്ക് ഒരു ദിവസം ഏകദേശം എത്ര മണിക്കൂർ ക്ലാസ് ഉണ്ടാവും? കാരണം നമുക്ക് ജോർജിയയിൽ അധികം യൂണിവേഴ്സിറ്റിയിൽ സ്കെഡ്യൂളുകളാണല്ലോ, എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്കെഡ്യൂളുകളാണല്ലോ. അപ്പോൾ ഈ സ്കെഡ്യൂളുകൾ 1 മണിക്കൂർ മാത്രം ക്ലാസ്സുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, 1.5 മണിക്കൂർ ക്ലാസ്സുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ടാവും? നമുക്കിപ്പോൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ലീവാണ്. അപ്പോൾ ട്യൂസ്ഡേ ആണെങ്കിൽ നമുക്ക് 3 ക്ലാസ്സുകളുണ്ട്. ഞായറാഴ്ച ക്ലാസ് ഉണ്ടല്ലേ? അങ്ങനെ ഒരു നല്ലൊരു പോയിന്റ് ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി. എനിക്ക് തോന്നുന്നു വേറെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ലീവാ സൺഡേസ് ഒക്കെ. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്താണെന്ന് സൺഡേ ക്ലാസ് ആത്മാർത്ഥ താല്പര്യം കൂടി സൺഡേ രാവിലെ ഉണ്ട്, ഉച്ചയ്ക്ക് ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. അങ്ങനെയാണ് ഉച്ച ഒരു 12-നുണ്ട്, പിന്നെ ഒരു 3-ക്ക്. ഏകദേശം ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ടാവുമായിരിക്കും ഏവറേജ്? അങ്ങനെ പറയാൻ പറ്റില്ല, ഓരോ ദിവസം അനുസരിച്ചിരിക്കും. എന്നാലും ഒരു ഏവറേജ് പറയുകയാണെങ്കിൽ എത്ര നമുക്കൊരു 6 മണിക്കൂർ അല്ലല്ലോ 8 മണിക്കൂർ 8 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കുറവ് 3 മണിക്കൂർ. 3 മണിക്കൂർ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്ലാസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് CU. കാരണം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലാണ് ഈ ടൈമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയുള്ള കുട്ടികളോടൊക്കെ സംസാരിച്ചാലേ ഈ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ എണ്ണം കൂടുതലാണ്. ഇതേപോലെ തന്നെയാണ് CIU എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏപ്പയും ക്ലാസ്സാണ്, ഞായറാഴ്ചകൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ ആ ഒരു പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവാണത്. സന്തോഷം കൊണ്ട് എനിക്ക് ഉള്ളിന്ന് വരികയാണ്. അതെ, കൊറേ പഠിക്കാലോ എനിക്ക്. സത്യം പറയുന്നില്ലേ, ഈ സെമ്മിലാണെങ്കിൽ ടീച്ചേഴ്സിന് ഭയങ്കര ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് കറക്റ്റ് ആ സമയത്തിന് തുടങ്ങുള്ള കറക്റ്റ് ആ സമയത്തിന് തീർക്കുള്ളൂ. അതിന് മുന്നൊന്നും വിടൂല. ആദ്യമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേഗം വിടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഷെഡ്യൂൾ 3 hours കാണിക്കുകയാണെങ്കിൽ പണ്ടാണെങ്കിൽ ഒരു 45 minutes തീർത്ത് വിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കറക്റ്റ് 3 മണിക്കൂർ
3 hours ഇരുന്ന് അല്ല വെറുതെ ഇരിക്കുകയാണ് അവർ. ഇപ്പൊ പല യൂണിവേഴ്സിറ്റിയിലും ഞാൻ കേട്ടിട്ടുണ്ട് വന്നിട്ട് ഗെയിം കളിക്കാറുണ്ടെന്നൊക്കെ. ടീച്ചേഴ്സ് വന്ന് വെറുതെ ഗെയിം കളിച്ചിരിക്കും. സാറിന് ആത്മാർത്ഥം ഭയങ്കര അപ്പൊ ആള് ചോദിക്കും ഇത് അറിയോന്ന് ചോദിക്കും. അപ്പൊ പറയും അറിയില്ലെങ്കിൽ ആള് വീണ്ടും പോയി എടുക്കും. സബ്ജക്റ്റ് അതല്ല, പക്ഷെ ആള് വീണ്ടും വേണേ ഫിസിയോളജി പഠിപ്പിക്കും, ബയോകെമിസ്ട്രി പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ആൾക്ക് പിള്ളേരെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. നിങ്ങളെ വെക്കേഷൻ ഏത് സമയത്താണ് ശരിക്കും വരുന്നത്? നമുക്ക് ജൂലൈ ടു സെപ്റ്റംബർ ആണ്. ഇപ്പൊ നമുക്ക് ഷെഡ്യൂൾ ചെയ്തത് ഒരു ജൂലൈ 18 എക്സാം കഴിയും. 19 തൊട്ട് ഒരു 26 ഒക്കെ വരെ ഇപ്പൊ നമ്മുടെ എക്സ്ക്യൂസ് എക്സാംസ് ആണ്. ഇപ്പൊ ഫൈനൽ എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ക്യൂസ് എക്സാംസ് എഴുതാം. ഇപ്പൊ ടൈമിന് എക്സാമിന് എത്തിയില്ലെങ്കിൽ അപ്പൊ ഈ നമ്മൾ ഈ സെമിനാറിന്റെ മാർക്കുകളില്ല, അതായത് നമ്മളെ ക്ലാസ്സിൽ നടക്കുന്ന അസസ്മെന്റിന്റെ മാർക്കുകളില്ല, ഫൈനൽ എക്സാം എഴുതിപ്പിക്കും അവര്, അല്ല മിഡ് ടേം എക്സാം എഴുതിപ്പിക്കും. മിഡ് ടേം ഈ ഇന്റേണൽസ് കിട്ടാൻ വേണ്ടിട്ടുള്ളൊരു. അപ്പം മിഡ് ടേം തന്നെ എല്ലാ മിഡ് ടേമും പ്രോപ്പർ ആയിട്ട് എഴുതി മാർക്ക് വാങ്ങിയാൽ തന്നെ ഫൈനൽ പാസ്സാവാനുള്ള അറ്റൻഡ് ചെയ്യാനുള്ള മാർക്ക് കിട്ടും. 20 ആണ്. അപ്പൊ 20 തന്നെ 3 എഴുതി കഴിഞ്ഞാൽ തന്നെ 60 ആയി. മിഡ് ടേം ഒരിക്കലുള്ളൂ. ഓക്കെ. അല്ലാണ്ട് നമുക്ക് 10 മാർക്കിന്റെ പ്രസന്റേഷൻസ് ഉണ്ട്, 5 മാർക്കിന്റെ ഓറൽസ് ഉണ്ട്. ഓക്കെ. മാർക്ക് കയറി കഴിഞ്ഞാൽ 40 ആവും. അങ്ങനെ 40 ആയിക്കോളും. ഓക്കെ. ഓറലിനേക്കാളും കൂടുതൽ ക്വിസിലൊക്കെ മാർക്ക് നന്നായിട്ട് കയറും. പിന്നെ വെക്കേഷന്റെ സമയത്ത് നാട്ടിൽ പോവാതെ ഇവിടെ ജോർജിയയിൽ ഇരുന്നിട്ടുണ്ടോ? ഇതുവരെ ഇരുന്നിട്ടില്ല. ഒരു വട്ടല്ലോ പോയിട്ടുള്ളൂ. ഈ കൊല്ലം എന്തായാലും അല്ല ഈ സെമ്മിന്റെ ഇടയിൽ വെക്കേഷൻ അല്ലേ? അങ്ങനെയൊന്നും പോവാ. 1 വീക്ക് ഒക്കെ കിട്ടാറുണ്ട്. അന്നേരം എന്താ ചെയ്യാ? കിടന്നിറങ്ങും. ഇവിടെ ജോർജിയയിൽ അടങ്ങും കറങ്ങാൻ പോയിട്ടുണ്ട്, ട്രിപ്പ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. നമ്മള് ഗോദാവരി പോയി. എന്തുപറ്റി? പിന്നെ ബക്കുരാനിയും ബോർജോമിയും സ്കേറ്റ് ചെയ്യുന്നു, അവിടെ ഒന്നും പോയിട്ടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ബാക്കിയാണ്. സെപ്റ്റംബർ ബാച്ചിന്റെ കൂടെ ഈ പ്രാവശ്യം സെപ്റ്റംബർ ബാച്ചിന്റെ കൂടെ ഞാൻ വിളിച്ചതാണ്. അതെ അതറിയാം. ഇവിടുത്തെ അല്ല പഠിക്കാനല്ല കേട്ടാ, വീട്ടിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടി. അതെനിക്ക് നല്ലല്ലോ. അല്ല നമ്മുടെ പിന്നെ ഫ്രഷേഴ്സ് പാർട്ടിക്ക് വിളിച്ചു, അതിന് വന്നില്ല. പിന്നെ അതിനുശേഷം ട്രിപ്പിന് വിളിച്ചു, അന്നും കിടന്നുറങ്ങി. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇവളില്ലാണ്ട് ഞാൻ പോവാതെ കേട്ടോ. പോണ്ട എന്നാ ശരി പോണ്ട. അതെ. ടിബ്ലിസിലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നോ? ഷർട്ടിലേക്ക് പോയി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ്? ഇന്ന് രാവിലെ കുറച്ച് വെയിലായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തണുപ്പായി, ചെറിയ മഴ പെയ്തു. അങ്ങനെയാണ്. ഇവിടുത്തെ ഏറ്റവും സൂപ്പർ ക്ലൈമറ്റ് ആയിട്ട് തോന്നിയ ഏത് സമയത്താ ജോർജിയയിൽ? കാണാൻ രസം വിന്റർ ആണ്. ഏതോ മഞ്ഞുള്ള സമയത്ത്. എനിക്ക് സമ്മറാണ്. സ്പ്രിംഗും കൊള്ളാം. ആരോട്ടം നിങ്ങൾ പഠിക്കട്ടെ, ഞാൻ ലീഡ് ചെയ്തോളൂ അവസാനം അല്ലേ? ആ ഒരു കാര്യത്തിലേക്കൊക്കെ തോപ്പിക്കാനാവില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പോയിട്ടുണ്ടായിരുന്നു? അപ്പോൾ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ നടന്നിട്ടുണ്ടായിരുന്ന ഈ റേഡിയോളജിയോ അങ്ങനെ? എനിക്ക് തോന്നുന്നു തേർഡ് ഇയർ സെക്കൻഡ് സെം തൊട്ടാണ് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യണത്. എന്ത് ചെലവ് വരുന്നുണ്ട് ഇവിടെ ജോർജിയയിൽ നിൽക്കാൻ? നിങ്ങൾ അപ്പാർട്ട്മെന്റ് അല്ലേ? അപ്പോൾ ഹോസ്റ്റലിൽ നിന്നുണ്ടായിരുന്നില്ല? ഹോസ്റ്റലിൽ എന്ത് ചെലവ് വരുന്നു? നമുക്ക് ഹോസ്റ്റൽ 1 ഇയർ 3 lakhs ആണ്. 3 lakhs $3,000 ഫുഡ് പ്ലസ് അക്കോമഡേഷൻ $3,000 അല്ലേ? $300 അല്ലായിരുന്നു? 3 lakh ആയിരുന്നു നിങ്ങൾക്ക് ഒരു മാസം? $300. അപ്പോൾ $300 മാസം $3,000. $3,000 എത്രയാ? അപ്പോൾ 2.5 ലക്ഷം. 2.5 ലക്ഷം ഏതാണ്ട് 3 ലക്ഷം. 3 ലക്ഷം. അതിന്റെ മുകളിൽ എന്താ ചെലവ് വരിക? അപ്പൊ ഹോസ്റ്റലിൽ നിൽക്കാണ്. ഹോസ്റ്റലിൽ ശരിക്കും നമുക്ക് $300 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വന്നു. ഇതിന്റെ പുറത്ത് എന്ത് ചെലവ് വരും? കാരണം ഹോസ്റ്റലിലെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് നല്ലപോലെ അതിനെക്കാളും ഭേദം ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടാവുന്ന ഹോസ്റ്റലിൽ നല്ല ഫുഡാണ് അവരുടെ. അപ്പൊ അത് കഴിക്കാൻ വയ്യില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ടച്ച് ആണ്. നമ്മള് ഈ മസാല ഇതൊക്കെ കഴിച്ചു വന്നിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡായിട്ട്. അപ്പാർട്ട്മെന്റിലേക്ക് മാറിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പാർട്ട്മെന്റ് എന്ത് ചെലവ് വരുന്നുണ്ട്? റെന്റ് എത്രയാ? റെന്റ് ഒരു മാസം കറണ്ടും എല്ലാം കൂടി ഒരു $500. മീൻസ് രണ്ടുപേരോട് ഷെയർ ചെയ്യുമ്പോ ഒരാൾക്ക് $250.
250 റെന്റ് മാത്രം വരും. റെന്റ് മാത്രം. പിന്നെ നമുക്ക് ഇത് വെജിറ്റബിൾസ് വാങ്ങണം, അങ്ങനത്തെ ചെലവുകളൊക്കെ. ശരിക്കും $500 താഴെ അപ്പാർട്ട്മെന്റ് ഇവിടെ കിട്ടാനില്ലേ? 350 നിങ്ങൾ അപ്പാർട്ട്മെന്റ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. എന്താണ് അത്രയും ഒരു എമൗണ്ട് വരുന്നത്? അത് മെട്രോയുടെ അടുത്താണ്. ദൂരോട്ട് പോകുമ്പോ പൈസ കുറയും. ഇത് എല്ലാവർക്കും ഏകദേശം ഇത് തന്നെയാണ് ചെലവ് വരുന്നത്? ഇത് മതി. ഇതാണ് ഒരു ആവറേജ്. ഓക്കെ. നല്ലപോലെ പൈസ ചെലവാക്കി കളിക്കണവരാണെങ്കിൽ അത്യാവശ്യത്തിന് പൊട്ടും. എത്രയും ചെലവാക്കാം. അതെ, ചെലവാക്കുന്നതിന് പിന്നെ ലിമിറ്റുകളില്ലല്ലോ. സോനക്ക് എത്ര ഉണ്ട് ചെലവ്? കടിച്ചു പിടിക്കും. പിന്നെ ഞാനും പുറത്ത്. അപ്പാർട്ട്മെന്റിലാണോ ഹോസ്റ്റലിലാണോ ബെറ്റർ? അപ്പാർട്ട്മെന്റ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പാർട്ട്മെന്റ് നല്ലതെന്ന് വെച്ചാൽ ഫ്രീഡം, നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടാവും. അപ്പോൾ ഈ അപ്പാർട്ട്മെന്റിൽ നിങ്ങളിപ്പം വർക്ക് തലി ഒരു ഭാഗത്താണല്ലോ ഉള്ളത്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടാൾക്ക് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റിക്ക് എന്ത് പ്രശ്നം? സേഫ് ആണോ? സേഫ് ആണ്. രണ്ടുപേരിലുള്ളൂ. എന്തിനെ കുറിച്ചിട്ട്? പൂച്ചേനെ പേടിച്ചിട്ട്. നല്ല കാര്യം, വളരെ. അതെ, മനുഷ്യന്മാരോട് പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്താ പൊതുവെ തോന്നിയിട്ടുള്ളത്? ജോർജിയ പൊതുവെ സേഫ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. പൊതുവെ സേഫ് ആണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ മതി. അങ്ങനൊക്കെ ചോദിക്കും. ഓക്കെ. പിന്നെ ഈ പള്ളികളൊക്കെ ഇവിടെ, പള്ളികളും കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഞായറാഴ്ചകളിലായിട്ടാണ്. നമുക്കിവിടെ മലയാളം കുർബാന ഇല്ല, ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയാ പോയി? ഏത് പള്ളിയിലാണ് പോകാറുള്ളത്? മർജാൻശുലികൾ, കാത്തലിക് ചർച്ചിൽ. ഓക്കെ. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോൾ ടെക്നിക്കൽ ഉണ്ട്, പിന്നെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡൽഹി ഉണ്ട്, മർജാൻശുലി ഉണ്ട്. ഇതിൽ ഏത് സിറ്റിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാ? എന്റെ വിജയം. ഞാനെവിടെയാണ്? അതാണ്. ഹോട്ടൽസ് മാത്രമല്ല, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയാലും ഭയങ്കര കൂളാണ്. ബാക്കിയുള്ളവർക്ക് ചൂട് കൂടുതലാണ്. ഒരു കുറെ ബിൽഡിങ്സും ഇത്ര ഇതില്ല, ഇത്രയും പാർക്സ് ഒന്നും ഇല്ല അവിടെ. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ പറ്റുമോ? എങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇവിടുന്ന് വാങ്ങുന്ന നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ സ്റ്റൈലിലുള്ള സാധനങ്ങളോട് കിട്ടുമോ? നല്ലത്. നിങ്ങളെല്ലാം നാട്ടിൽ നിന്ന് മാത്രമാണ് ഡ്രസ്സ് എടുക്കൽ? ഇവിടുന്ന് എടുക്കാറില്ല? എടുക്കും. ഇവിടുത്തെ ഈ വിന്റർ വെയറുകൾ ഉണ്ടല്ലോ, ഈ ജാക്കറ്റ്, ബൂട്ട്, ഇതൊക്കെ ഇവിടുന്ന് നല്ലത്? അത് ഇവിടുന്ന് നല്ലത്. കാരണം നമ്മുടെ നാട്ടില് ആ ഒരു ക്ലൈമറ്റിന് വേണ്ടിട്ടല്ല അവര് ഉണ്ടാക്കണ. അപ്പൊ ഇവിടെയും അവിടെയും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ജാക്കറ്റുകളായാലും നമ്മൾ ഇവിടെ വന്നിട്ടാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ഇവിടുന്ന് വാങ്ങുമ്പോഴായാലും നാട്ടിൽ നിന്ന് വാങ്ങുമ്പോഴായാലും. ഹെക്ടിക് ആണ് ഈ വിന്റർ എന്ന് പറയുന്നത്. കുറച്ചൊക്കെ ഇപ്പൊ തണുക്കണില്ലേ? തണുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് തീരെ പറ്റാതെ നിർത്തിപ്പോയ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വിന്ററിൽ ഇത്രയും തണുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വിന്ററിൽ പുറത്തിറങ്ങണില്ലല്ലോ. നമ്മള് തെർമൽസ് ഒക്കെ ഇട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് പ്രോപ്പർ ആയിട്ടാണല്ലോ വിന്റർ ഇറങ്ങുക. എന്നാലും തണുപ്പില്ല, തോന്നൂല. ഞാൻ കണ്ടില്ല, ഞാനിത് ഹാഫ് ടീഷർട്ടൊക്കെ അതെനിക്കിഷ്ടായി. അതെനിക്കിഷ്ടായി. ഉള്ളിൽ നിന്ന് ചൂടാവുണ്ടല്ലോ. പിന്നെ സെൽഫ് കുക്കിങ്ങിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? നമുക്ക് കുക്ക് എല്ലാ സാധനവും കിട്ടും? എല്ലാം കിട്ടും. ഏത് ഇന്ത്യൻ അരി കൊടുത്ത് കിട്ടും? നല്ലൊരു അരി കിട്ടും. പച്ചക്കറികളൊക്കെ എല്ലാ പച്ചക്കറികളും ഒന്നും ഇല്ല നമ്മുടെ നാട്ടിലുള്ള പോലെ. വില കൂടുതലാണോ കുറവാണോ പച്ചക്കറികൾക്ക്? ഞങ്ങൾക്ക് തിരൂര് കടയുണ്ട്. ഞങ്ങൾ അവിടെയാണ് ഡെയിലി പോവാ. നല്ല ഫ്രഷ് ആണ് അവിടുത്തെ വെജിറ്റബിൾസ്. അല്ല, ഈ ചിക്കനൊക്കെ എങ്ങനെയാ? ചിക്കനും ബീഫൊക്കെ കിട്ടാണ്ട് അവിടെ? ചിക്കൻ ഫ്രോസൺ ബീഫൊക്കെ നല്ല ബീഫ്. ഈസ്റ്ററിന് ബീഫ് വാങ്ങി, കാലിഫോർണിയന്ന് വാങ്ങി. നല്ല ബീഫായിരുന്നു. ഈ സാധനങ്ങളുടെ വില നോക്കുന്നവർ എങ്ങനെയുണ്ട് ഇന്ത്യയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്? നാട്ടിലേക്ക് കുറച്ച് കൂടുതലായി. സൂപ്പറാണ്. നിങ്ങളെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാ? മെട്രോ, ബസ്, ടാക്സി അങ്ങനെ ഉപയോഗിക്കാറില്ല? ക്യാബ്. ബസ്സിനൊക്കെ എങ്ങനെയുള്ള ഈ ജോർജിയൻ? 0.2 ടെട്രി 6 രൂപ. 1 ഹവറിന് യൂസ് ചെയ്യാം. 1 ഹവറിന് ബാങ്ക് ഓഫ് ജോർജിയന്റെ കാർഡ് വെച്ചിട്ട് 1 ഹവറില് മാറി. അതായത് ഇപ്പം നമ്മൾ മെട്രോയിൽ ടാപ്പ് ചെയ്തിട്ട് 1 മണിക്കൂറിനുള്ളിൽ ബസ്സിലേക്ക് മാറി കയറിയാലും പിന്നെയും ടാപ്പ് ചെയ്ത പൈസ പോകില്ല.
പക്ഷെ ടാപ്പ് ചെയ്യണം. ഫൈൻ അടിച്ചാൽ അവർ പിടിച്ചാല് പിടിക്കും. കിട്ടിയിട്ടുണ്ടാ? ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മളപ്പോ തന്നെ അടിക്കും. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ കൾച്ചറൽസ് എന്തെങ്കിലും ഉണ്ടോ? കൾച്ചറൽ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ? നമുക്ക് ഫ്രഷേഴ്സ് ഫ്രഷേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ പരിപാടികൾ യൂണിവേഴ്സിറ്റി ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഫ്രഷേഴ്സ് ആണല്ലേ അത്? എല്ലാവർക്കും ഉണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒന്നിച്ചുണ്ടാവും ഫ്രഷേഴ്സ്. അതൊരു സൂപ്പർ പാർട്ടിയാണല്ലോ അവിടെ യൂണിവേഴ്സിറ്റി സീവിന്റെ. പിന്നെ നമ്മളെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റേ SCU. അവിടെയാണ് കൾച്ചറൽസ് കൂടുതലുള്ളത്. അവിടെയൊക്കെ കൂടുതൽ കൾച്ചറൽസ് മാത്രമായി പോകുന്ന പോലെ തോന്നാറുണ്ടല്ലേ? സങ്കടമാറുണ്ട് കാണുന്നേരം. ചില സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും കൊണ്ടുവരാം എന്ന് തോന്നാറുണ്ട്. അവിടെ ക്ലാസ്സുകൾ തീർന്നിട്ട് കൾച്ചറൽസ് സമയമുണ്ടോ? സമയമില്ല. പക്ഷെ നമുക്ക് അതിനുള്ള ലീവുകളുണ്ട്. ഈ ലീവുകളൊക്കെ കൂട്ടി കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ലീവ് ഒരു 2 months ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ ശരിക്കും 1 month ലീവ് ഉള്ളൂ അല്ലേ? വെക്കേഷൻ കറക്റ്റ് ഒരു 1 month കിട്ടുന്നുള്ളൂ. 20 days. ജൂലൈ 19th തുടങ്ങും. ഇപ്പൊ എക്സ്ക്യൂസ് എക്സാംസ് ഇല്ലാത്തവർക്ക് 19th തുടങ്ങിയിട്ട് സെപ്റ്റംബർ 2 ഒക്കെ ആവുമ്പോ ക്ലാസ് തുടങ്ങും. കറക്റ്റ് സമയത്തിന് തുടങ്ങുകയും ചെയ്യും. അതാണ് അങ്ങനെയൊക്കെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അടിപൊളിയാ. എല്ലാം കറക്റ്റ് സമയത്തിന്. ഓക്കെ. TRC റിന്യൂ ചെയ്തു. 5 വർഷത്തേക്കുള്ള TRC എടുത്തു. 5 വർഷത്തേക്കുള്ള വിസ കിട്ടി. അപ്പൊ ആദ്യം ജോർജിയയിലെത്തിയ 1 വർഷമാണ് കിട്ടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ റിന്യൂ ചെയ്തിട്ട് 5 വർഷത്തേക്കാക്കി. ഓക്കെ. ഇപ്പൊ ഈ 5 വർഷത്തേക്കുള്ള സ്റ്റേ ബാക്ക് ഉണ്ട്. സ്റ്റേ ബാക്ക് അല്ല ഇവിടെ പഠിക്കുന്നത് അല്ലേ? 2021 എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് വ്യത്യാസം പോണോ? ജൂൺ വരെ ഉള്ളൂ. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പേപ്പർ വാങ്ങിയിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതുവരെ ജോർജിയയിൽ പഠിച്ചതിൽ പുതിയ സ്റ്റുഡൻസിനോട് എന്തുകൊണ്ട് ജോർജിയ ചൂസ് ചെയ്യണം? നിങ്ങളെ ഒരു ഒപ്പീനിയൻ എന്താണ്? ആര് ജോർജിയ ചൂസ് ചെയ്യണം? എന്തുകൊണ്ട്? എന്താ തോന്നിയിട്ടുള്ളത്? നല്ലൊരു കൺട്രിയാണ്. പിന്നെ എന്താണ് നല്ലൊരു കൺട്രിയാണ്. നല്ലൊരു കൺട്രിയാണ്. നല്ല സേഫ് ആയിട്ടുള്ള കൺട്രിയാണ്. പിന്നെ ഇവിടുത്തെ ഈ പച്ചപ്പും പരിതാപവും. അതെ, കേരളത്തിനേക്കാൾ കൂടുതൽ എന്തായാലും ഇവിടെ ഇല്ലല്ലോ. പച്ചപ്പും പരിതാപവും. അതൊക്കെ നിങ്ങൾ ജോർജിയയിൽ എത്തുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ കൗക്കാസസ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതിന്റെ മുന്നേ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി എന്തെങ്കിലും? എല്ലാം അറിഞ്ഞിട്ടായിരുന്നു? ഞാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെന്തെങ്കിലും കുട്ടികളോട് മുന്നേ ഇനി വരുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളുണ്ടോ? നല്ല ഡോക്ടറാണ്. തിരിച്ചു പഠിക്കാൻ താല്പര്യം വന്നാൽ മതി. പൈസ കളഞ്ഞ് ഇവിടെ ശരിക്കും ഇപ്പം നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ജോർജിയയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ വെറുതെ പോയി അഡ്മിഷൻ എടുത്താൽ തന്നെ ഡോക്ടറാവും. കാരണം നീറ്റ് മാർക്ക് 200 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 160 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബ്രോഡ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അഡ്മിഷൻ എടുത്താൽ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ ഈസി ആയിട്ട് പാസ്സായി പോകും. ശരിക്കും ജോർജ് പാസ്സാകും. പഠിച്ചാൽ മാത്രം നല്ല മാർക്ക് കിട്ടും. അല്ലേ ചിലപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് പാസ്സായി പോയിരിക്കും. പിന്നെ എന്താ പ്ലാൻ ഇനി? ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനാണോ? പുറത്ത് UK US ഓക്കെ. ജോർജിയയിൽ ഏറ്റവും സൂപ്പറായിട്ട് തോന്നി അത് ടിബ്ലിസിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഫുഡ് നല്ല ഒരു ഡെസേർട്ട് ആണ് ഇഷ്ടം. ബക്ലാവ ഇഷ്ടമാണ്. തുർക്കിഷാണ്. പക്ഷെ രസമുള്ള എവിടെ കിട്ടാൻ നല്ലത് കിട്ടും. വേറെന്താ ഇഷ്ടപ്പെട്ടുള്ള? ഏത് മറ്റേ ജോർജിയൻ വടയാണോ? മറ്റേ മർജാൻ ഷെലിയിൽ ഒരു ഡോണറ്റ് ഇല്ല? വളരെ ഡോണറ്റ്. പൈസ ഇല്ലാത്ത സമയത്ത് പോണ്ട കട ഇത് ഒരു ഡോണറ്റ്. അതിന്റെ ഉള്ളില് ചോക്ലേറ്റ്. അതെ, നമ്മൾ പറഞ്ഞതാണ് മർജാൻ ഷെല്ലി ഒരു എന്താണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള 1 ലാറിക്ക് 5 കിട്ടുന്ന 4 കിട്ടുന്ന ഒരു ഡോണറ്റ് ഉണ്ട്. പഞ്ചസാര ഇട്ടിരുന്ന ഡോണറ്റ് ആണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ വീഡിയോയിലെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ കഴിച്ചിട്ടുള്ളൂ. പിന്നെ വേറെന്താ ഇഷ്ടപ്പെട്ടുള്ളത്? ഡങ്കി നല്ലതാ? സൂപ്പറാ. ഓക്കെ ഓക്കെ കൺവിൻസ്ഡ്. ബർഗർ ഡോണറ്റ് നല്ലതാ. സൂപ്പറാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഏതാ? മറ്റേ സബാദുരി. അതെ, സബാദുരി വഴി ഗുദാവരിയിലേക്ക് ഒരു യാത്ര പോയാലോ? അതെ, തിരിച്ചു പോണേക്കാളും മുമ്പ് ജോർജിയ ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. മടി മാറ്റിയിട്ട് അതെ. അപ്പോൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞ അല്ലാത്ത ഡിസ്കസ് ചെയ്ത അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത്? ഇവിടുത്തെ പട്ടികൾ ഭയങ്കര ഫ്രണ്ട്ലിയാ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നല്ല ഭംഗിയാ. അപ്പോ കൗക്കാസസ് യൂണിവേഴ്സിറ്റിന്റെ
ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൗക്കസസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവരോട് സംസാരിക്കല്ലേ, കുട്ടികൾ സംസാരിക്കാറുണ്ടല്ലേ? അപ്പോൾ കൗക്കസസ് യൂണിവേഴ്സിറ്റിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കൗക്കസസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുകയോ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള. അപ്പോൾ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പോഡ്കാസ്റ്റ് നെക്സ്റ്റ് ടൈം അല്ലേ, ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ഓക്കെ.